കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ ആരാധനയും സ്തുതിയും സ്തോത്രവും സർവശക്തനായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം അർപ്പിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്നത് സെർവിങ് ദ ലോർഡ് വിത്ത് ഗ്ലാഡ്നെസ്. സന്തോഷത്തോടെ കർത്താവിനെ സേവിക്കുക. നിരാശയോടും ദുഃഖത്തോടുമല്ല, സന്തോഷത്തോടെ കർത്താവിനെ സെർവ് ചെയ്യുക. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവനാണ്. ദൈവത്തെ ആരാധിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയ ഭക്തൻ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13:22 അനന്തരം അവനെ നീക്കം ചെയ്തിട്ട് ദാവീദിനെ അവരുടെ രാജാവായി അവിടുന്ന് ഉയർത്തി. അവനെക്കുറിച്ച് അവിടുന്ന് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു: ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യൻ. ദാവീദിനോട്, ദാവീദേ, നീ ദേവാലയത്തിൽ പോകണം, ആരാധിക്കണം, നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. ദൈവമക്കളായ നാം ദൈവത്തെ വിവിധ രീതിയിൽ സെർവ് ചെയ്യുന്നവരാണ്. ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്നത് ദൈവസഭയിലാണ്, സഭാഹാളിലാണ്. ഞായറാഴ്ചയിൽ നാം ആരാധനയ്ക്ക് പോകുന്നു. സന്തോഷത്തോടെയാണോ നാം ആരാധനയ്ക്ക് പോകുന്നത്? ഇവിടെ ദാവീദ് പറയുന്നത് സങ്കീർത്തനങ്ങൾ 122:1 കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ദേവാലയത്തിലേക്ക് പോയി ദൈവത്തെ ആരാധിക്കുവാൻ, അക്കാര്യം ഓർക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ്. രക്ഷയിലേക്ക് വന്ന നാളുകളിൽ നമുക്കും ദൈവസഭയിൽ പോയി ദൈവത്തെ ആരാധിക്കുവാൻ വലിയ സന്തോഷം. ഇപ്പോഴും അത് നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ പണ്ടത്തെ പോലെ ഇപ്പോഴും ഉണ്ടോ? ദൈവസഭയിലേക്ക് സന്തോഷത്തോടെ പോകുവാൻ പല ഘടകങ്ങൾ ശരിയായാൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടെ ദൈവസഭയിൽ പോയി ദൈവത്തെ ആരാധിക്കുവാനായി സാധിക്കുകയുള്ളൂ. സങ്കീർത്തനത്തിൽ 100-ാം സങ്കീർത്തനം 1 തൊട്ട് ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ, സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ, ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. നമ്മുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ട്. അതിൻ്റെ തെളിവാണ് നമ്മുടെ അധരത്തിൽ നിന്ന് വരുന്ന സ്തോത്രഗീതം. നിങ്ങളിൽ സന്തോഷം അനുഭവിക്കുന്നവൻ സ്തോത്രഗീതം പാടട്ടെ. അത് യാക്കോബ് പറഞ്ഞിട്ടുണ്ട്. ദൈവസഭയിൽ നിന്ന് കേൾക്കുന്ന സ്തോത്രഗീതം സഭയിലേക്ക് അകലെ നിന്ന് നടന്നു വരുമ്പോൾ ഇതാ ഹാളിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് കേൾക്കുന്നു: കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. ആ സ്വരം കേൾക്കുന്നത് എത്ര മനോഹരമാണ്. ഇവിടെ സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ, സെർവിങ് ദ ലോർഡ് വിത്ത് ഗ്ലാഡ്നെസ്. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. വിഷണ്ട മനസ്സോടെയല്ല. സൺഡേ ആരാധനയ്ക്ക് പോയില്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ? നിർബന്ധിച്ച് അങ്ങ് പോകുന്നതല്ല. പിന്നെയോ ദൈവത്തെ ആരാധിക്കുവാനുള്ള സന്തോഷം ഹൃദയത്തിൽ നിന്ന്. എബ്രായ ലേഖനം 10:24 തൊട്ട് സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഇനി സഭായോഗത്തിലേക്ക് നമ്മൾ പോയി അവിടെ ഇരിക്കുന്നത് സന്തോഷത്തോടെയാണോ? സന്തോഷത്തോടെ സ്തോത്രഗീതം പാടാറുണ്ടോ? മറ്റുള്ള ദൈവമക്കൾ ഉറക്കെ ശബ്ദമുയർത്തി കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമുക്കും അതുപോലെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുന്നുണ്ടോ? ചില സഭാഹാളുകളിൽ വല്ലാത്ത ശബ്ദമുള്ള സ്പീക്കർ സിസ്റ്റം വെച്ചതുകൊണ്ട് പലർക്കും അവരുടെ വാ തുറന്ന് ആരാധിക്കുവാനും
കൈയടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം വല്ലാത്ത ശബ്ദം ചെവിയിൽ വന്ന് അലയ്ക്കുമ്പോൾ നമ്മൾ മനുഷ്യരായതുകൊണ്ട് വാ തുറന്ന് സ്തുതിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇനി ദൈവസഭയിലെ അംഗങ്ങൾ എല്ലാവരും തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നവരാണ് എങ്കിൽ അവിടെ വലിയ ദൈവസാന്നിധ്യം ഉണ്ടാകും. അങ്ങനെ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ആരാധനയിലേക്ക് പോകുവാൻ ആരും നിർബന്ധിക്കേണ്ട കാര്യമില്ല. നാം സഭാരാധനയിലേക്ക് പോകുന്നു. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കുള്ള സന്ദേശങ്ങൾ അവിടെ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നുവെങ്കിൽ നമ്മളാരും മടുത്തു പോവുകയില്ല. ആരാധനയ്ക്ക് പോകുന്നത് ഒരു ഭാരമായി നമ്മൾ ഒരിക്കലും ചിന്തിക്കുകയില്ല. എന്നാൽ സഭയിൽ ദൈവമക്കൾ തമ്മിൽ സ്നേഹമില്ല, അപ്പോൾ അവിടെ ദൈവസാന്നിധ്യമില്ല. കേൾക്കുന്ന വചനമാകട്ടെ മായം ചേർത്ത വചനവും. അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ സഭാരാധനയ്ക്ക് വരണം എന്ന് വിശ്വാസികളോട് ശുശ്രൂഷകൻ ശക്തമായി പ്രബോധിപ്പിച്ചാലും, ഒരുപക്ഷെ പാസ്റ്ററെ പ്രസാദിപ്പിക്കാൻ വേണ്ടി വന്നാലും അവർക്ക് ആരാധനയിൽ ഒരു ദൈവസാന്നിധ്യം കണ്ടെത്താൻ കഴിയാതെ അപ്സെറ്റായി എങ്ങനെയെങ്കിലും ഈ 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി, ആ രീതിയിൽ അവിടെ ഇരിക്കുന്നുണ്ടാകും. പക്ഷെ ഇവിടെ ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ, ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ്, നിങ്ങൾ പരസ്പരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ആദിമസഭ 1-ാം നൂറ്റാണ്ടിൽ സന്തോഷത്തോടെ അവർ അപ്പം മുറിക്കുവാൻ കൂടി വന്നു. അവർക്കൊരു മനസ്സ്, ഒരഭിപ്രായം, വസ്തുവകകളെല്ലാം പൊതുവകയായി എണ്ണി എല്ലാവരും തുല്യമായി വീതിച്ചെടുക്കുകയാണ്. അവിടെയുള്ള സന്തോഷം, അത്തരത്തിലുള്ളൊരു സഭയിലെ സന്തോഷം ലോകത്തിൽ വേറെ എവിടെയും കാണുവാൻ സാധിക്കുകയില്ല. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20:7 ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പം മുറിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടി. അടുത്ത ദിവസം യാത്ര പുറപ്പെടേണ്ടിയിരുന്നത് കൊണ്ട് പൗലോസ് അവരോട് പ്രസംഗിച്ചു. അർദ്ധരാത്രി വരെ പ്രസംഗം ദീർഘിച്ചു. പൗലോസാണ് പ്രസംഗിക്കുന്നത്. ദൈവാത്മാവിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുകയാണ്. കേൾവിക്കാർക്ക് ആർക്കും തന്നെ ബോറടി ഉണ്ടാകുന്നില്ല. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം, ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്, ദൈവമക്കൾ അവരുടെ അനുഭവങ്ങളും കർത്താവ് അവരെ നടത്തിയ വിധങ്ങളുമൊക്കെ സാക്ഷ്യത്തിലൂടെ പ്രസ്താവിക്കാം. 2-3 പേർ കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് കർത്താവുണ്ട്. അതുകൊണ്ട് ലോകത്തിലെ വേറെ ഒരു സംഘടനകളിലും കാണാൻ കഴിയാത്ത സന്തോഷം ദൈവസഭയിൽ ദൈവമക്കൾ ആരാധിക്കുന്നിടത്ത് ഉണ്ടായിരിക്കണം. പക്ഷേ അതിന് കഴിയാതെ വരുമ്പോൾ ദൈവം പറഞ്ഞ രീതിയിലല്ല ഒരു സഭ മുന്നോട്ട് പോകുന്നത് എങ്കിൽ അവിടെ ദൈവസാന്നിധ്യം വളരെ കുറവായിരിക്കും. ദൈവസാന്നിധ്യമില്ലാതെ നമ്മൾ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഇരുന്നാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നും. എന്നാൽ ദൈവസാന്നിധ്യം നിറഞ്ഞ ഒരു ആരാധനയാണെങ്കിൽ 2 മണിക്കൂറായാലും 3 മണിക്കൂറായാലും 4 മണിക്കൂറായാലും നാം സന്തോഷിക്കും. ദൈവമക്കൾ തമ്മിൽ ഐക്യമുണ്ടോ, സ്നേഹമുണ്ടോ? അതാണ് വിഷയം. യോഹന്നാൻ 13:35 നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. ദൈവസാന്നിധ്യമുള്ള ആരാധന, ദൈവമക്കൾ തമ്മിൽ സ്നേഹം, ക്ഷമിക്കുന്നു, സഹിക്കുന്നു, ബലഹീന വിശ്വാസികളെ താങ്ങുന്നു, ആവശ്യത്തിലിരിക്കുന്ന വിശ്വാസികളെ മനസ്സിലാക്കി അവർക്ക് കൈത്താങ്ങൽ നൽകുന്നു. മാത്രമല്ല, ദൈവസഭയിൽ അന്യഭാഷയിലുള്ള ആരാധന അത് അത്യാവശ്യമാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. കൊരിന്ത്യ ലേഖനം 14-ാം അധ്യായം 1-ാം നൂറ്റാണ്ടിൽ വിശ്വാസികൾ ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ പ്രബോധനമുണ്ട്, ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, പിന്നെയോ അന്യഭാഷയുമുണ്ട്, പ്രവചനവുമുണ്ട്. വ്യാജമായ അന്യഭാഷയല്ല, ഒറിജിനൽ. 1 കൊരിന്ത്യർ 14-ാം അധ്യായം 23 തൊട്ട്
ആകയാൽ സഭ മുഴുവൻ സമ്മേളിച്ചിരിക്കെ ഓരോരുത്തരും ഭാഷാപരത്തോടെ സംസാരിക്കുന്നതായി അജ്ഞരോ അവിശ്വാസികളോ വന്നു കണ്ടാൽ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് അവർ പറയുകയില്ലേ? എല്ലാവരും പ്രവചിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു അവിശ്വാസിയോ അജ്ഞനോ അവിടെ വരുന്നതെങ്കിൽ തന്നെ തന്നെ വിധിക്കാനും പരിശോധിക്കാനും ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുത്താനും നിങ്ങൾ അവനെ കാരണമാകും. അങ്ങനെ അവൻ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ദൈവത്തെ ആരാധിക്കാനും ദൈവം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് പ്രഖ്യാപിക്കാനും ഇടയാകും. 1-ാം നൂറ്റാണ്ടിലെ സഭാഹാളിൽ, അന്ന് സഭാഹാളില്ല, വിശ്വാസികളുടെ ഭവനങ്ങളാണ്, അവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആരാധനയിൽ ഒരു അവിശ്വാസി കടന്നു വന്നു. ആ ആരാധനയിൽ ശക്തമായി ദൈവസാന്നിധ്യം. അപ്പോൾ ഈ അവിശ്വാസിക്കുണ്ടായ മാറ്റം എന്താണ്? ഒരു അവിശ്വാസിയോ അജ്ഞനോ അവിടെ വരുന്നതെങ്കിൽ തന്നെ തന്നെ വിധിക്കാനും പരിശോധിക്കാനും ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുത്താനും നിങ്ങൾ അവന് കാരണമാകും. അങ്ങനെ അവൻ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ ദൈവം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് പ്രഖ്യാപിക്കാൻ ഇടയാകും. ശക്തമായ ദൈവസാന്നിധ്യം അവന് അനുഭവിക്കുവാൻ ഇടവന്നപ്പോൾ അവൻ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ദൈവത്തെ ആരാധിക്കാനും ദൈവം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് പ്രഖ്യാപിക്കാൻ ഇടയാകും. ഇന്ന് പലപ്പോഴും ദൈവമക്കളുടെ ആരാധന വല്ലാത്ത ശബ്ദകോലാഹലമായിട്ടാണ് സമീപവാസികൾക്ക് തോന്നുന്നത്. അവിടെ വലിയ ദൈവസാന്നിധ്യം നിറഞ്ഞു എന്നല്ല, പിന്നെയോ ഞങ്ങൾക്ക് കിടന്ന് പൊറുക്കുവാൻ, കുട്ടികൾക്ക് പഠിക്കുവാൻ പൊറുതിയില്ല, ഞങ്ങൾ പോലീസിൽ പരാതി കൊടുക്കട്ടെ. അങ്ങനെയാണ് ഇന്ന് ചില സഭാ ആരാധന. അതിൽ നിന്ന് പുറത്തു വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ സമീപവാസികൾക്ക് വല്ലാത്ത ഇറിറ്റേഷനാണ് ഉണ്ടാകുന്നത്. അവർക്ക് സ്വസ്ഥത ഉണ്ടാകുന്നില്ല. അവർക്ക് ജനലും വാതിലും അടച്ചിട്ട് വേണം വിശ്വാസികളുടെ ആരാധന കഴിയുന്നതുവരെ വീട്ടിലിരിക്കാൻ. അങ്ങനെയുള്ള ദുരവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അല്ലാതെ അവരുടെ മധ്യേ, ഈ ദൈവമക്കളുടെ മധ്യേ ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യമുണ്ട്, അങ്ങനെയുള്ള ഒരു ചിന്തയും ഇത്തരത്തിലുള്ള ആരാധനകൾ സ്ഥിരമായി കേൾക്കുന്ന സമീപവാസികൾക്ക് ഉണ്ടാകാറില്ല. പക്ഷെ 1-ാം നൂറ്റാണ്ടിൽ സൗണ്ട് സിസ്റ്റം ഒന്നും ഇല്ല. അവർ ഭവനത്തിലാണ് ഇരുന്ന് ആരാധിച്ചിരുന്നത്. പക്ഷേ ആ ആരാധനാ കൂട്ടത്തിലേക്ക് ഒരു അവിശ്വാസി വന്നാൽ തന്നെ തന്നെ വിധിക്കാനും പരിശോധിക്കാനും ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുത്താനും നിങ്ങൾ അവന് കാരണമാകും. അങ്ങനെ അവൻ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ദൈവത്തെ ആരാധിക്കാനും ദൈവം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് പ്രഖ്യാപിക്കാനും ഇടയാകും. നമ്മൾ ധ്യാനിക്കുന്ന വിഷയം സെർവിങ് ദ ലോർഡ് വിത്ത് ഗ്ലാഡ്നെസ്. സന്തോഷത്തോടെ സഭാരാധനയിലേക്ക് ആരാധിക്കാൻ പോകുക. ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴും ദൈവിക സന്തോഷം അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക, തിരുവചനം കേൾക്കുക. ഭാഗ്യകരമായൊരവസ്ഥ. അവിടുത്തെ സന്നിധിയിലാണ് സന്തോഷത്തിൻ്റെ പരിപൂർണത. അത് ദാവീദ് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അപ്പസ്തോല പ്രവർത്തനം 13:22. ദൈവമക്കളുടെ ഒരു പ്രത്യേകത എന്താണ്? അവർക്ക് ബാഹ്യമായി കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവം അവർക്ക് ചെയ്ത ആനന്ദ നന്മകൾ, അതിനെക്കുറിച്ച് അവർ ബോധവാന്മാരാണ്. ഹൃദയത്തിൽ അവർക്ക് കർത്താവിനോട് കൃതജ്ഞതയുണ്ട്. അത് സ്തോത്രഗീതങ്ങളായി അധരങ്ങൾ വഴി പുറത്തു വരും. സാധാരണ നടന്നു പോകുമ്പോഴും കുളിക്കുമ്പോഴും കർത്താവിൽ സന്തോഷിക്കുന്ന ഒരു ദൈവപൈതൽ അറിയാതെ തന്നെ സ്തോത്രഗീതങ്ങൾ പാടിയെന്ന് വരും. അവൻ്റെ ഹൃദയത്തിൽ കർത്താവ് കൊടുത്ത സന്തോഷമാണ് അധരം വഴി പുറത്തു വരുന്നത്. കർത്താവിനെ നിരാശയോടുകൂടെയല്ല, സന്തോഷത്തോടെ സെർവ് ചെയ്യണം. എഫേസ്യ 5:19 സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. എനിക്ക് പരാതിയില്ല, നിരാശയില്ല, ഞാൻ സംതൃപ്തനാണ്. അതിൻ്റെ തെളിവാണ് കൃതജ്ഞതാസ്തോത്രം. ദൈവം എന്നെ ഞാൻ ചിന്തിച്ചതിനേക്കാളും വിചാരിച്ചതിനേക്കാളും അത്യധികം അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് എങ്ങനെ മൗനം പാലിക്കാൻ സാധിക്കും? കൊളോസ്യ ലേഖനം 3:16 പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം
നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. പരസ്പരം പഠിപ്പിക്കുക, ഉപദേശിക്കുക. അപ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും. സങ്കീർത്തനക്കാരൻ ദൈവത്തെ നിരന്തരമായി സ്തുതിച്ചു. 116 63 സങ്കീർത്തനം 3 തൊട്ട്. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും. അപ്പോഴും സന്തോഷമാണ്. സഭാഹാളിൽ വെച്ച് മാത്രമല്ല, രാത്രി കിടക്കുമ്പോഴും ദൈവം ചെയ്ത നന്മകളെ പ്രതി സ്തോത്രഗീതം പാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭക്തൻ്റെ ജീവിതം എത്രയോ സന്തോഷം നിറഞ്ഞതാണ്. പുറമേ അവന് പരിശോധനയുണ്ട്, എതിർപ്പുകളുണ്ട്, ഇല്ലായ്മകളുണ്ട്, ഫയറി ട്രയൽസ്, അഗ്നിശോധനകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അവൻ്റെ ഉള്ളിൽ കർത്താവ് കൊടുത്ത സന്തോഷത്തെ ഇല്ലാതാക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിവില്ല. അപ്പസ്തോലന്മാർ പൗലോസും സീലാസും അവർ ഒരു ഭൂതത്തെ പുറത്താക്കി. പിന്നീട് അവരെ നാട്ടുകാർ അടിച്ചു, ജയിലിൽ അടച്ചു. ശരീരത്തിൽ മുറിവുകളുണ്ട്. അതൊന്നും അവരെ നിരാശയിലേക്ക് തള്ളിയിടുന്നില്ല. അർദ്ധരാത്രിയിൽ പൗലോസും സീലാസും ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇത് മാനുഷികമായി സാധിക്കുകയില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യുവാൻ സാധിക്കും. യാക്കോബ് അപ്പസ്തോലൻ പറയുന്നത്, യാക്കോബ് 5:13, ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ. നമ്മൾ സങ്കീർത്തനം, അതിൽ ധാരാളം സ്തുതിഗീതങ്ങളുണ്ട്. അത് നോക്കി വായിക്കുന്നവരാണ്. അതിൻ്റെ ട്യൂൺ നമുക്കറിയില്ല. പണ്ട് ദാവീദ് ചിട്ടപ്പെടുത്തിയ ട്യൂൺ നമുക്കറിയില്ല. എന്നാൽ അതുമാത്രമല്ല, ഓരോരുത്തരും സങ്കീർത്തനം. നമുക്ക് തന്നെ കർത്താവിൻ്റെ സ്നേഹത്തെ വർണ്ണിച്ചുകൊണ്ട് സ്തോത്രഗീതം എഴുതാം, ട്യൂൺ കൊടുക്കാം, പാടാം. സങ്കീർത്തനങ്ങൾ 28:6 തൊട്ട്. കർത്താവ് വാഴ്ത്തപ്പെടട്ടെ, അവിടുന്ന് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു. കർത്താവ് എൻ്റെ ശക്തിയും പരിചയവുമാണ്. കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു. അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു. എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. ഞാൻ കീർത്തനം ആലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു. ഹൃദയത്തിൽ സന്തോഷം വന്നാൽ കീർത്തനം ആലപിക്കും. എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. ഞാൻ കീർത്തനം ആലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു. പൗലോസും സീലാസും ചെയ്ത കാര്യം നമുക്കറിയാം. എങ്കിലും ഒന്ന് വായിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:26 തൊട്ട്. അവൻ കൽപ്പന പ്രകാരം അവരെ കാരാഗൃഹത്തിൻ്റെ ഉള്ളറയിലാക്കി, കാലുകൾക്ക് ആമം വെച്ചു. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. അർദ്ധരാത്രി പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. ഇവർ എങ്ങനെ പാടി സ്തുതിക്കുന്നത് തടവുകാർക്കൊരു ശല്യമായിട്ട് തോന്നിയില്ല. ആത്മാവിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പാടുമ്പോൾ ആ പാട്ട് കേൾക്കുവാൻ മറ്റുള്ളവർക്ക് ഒരു താല്പര്യം ഉണ്ടാകും. ഇന്ന് പലപ്പോഴും നേരെ മറിച്ചാണ്. ഈ പാട്ടൊന്ന് നിർത്തൂ, ഈ സ്പീക്കറിൻ്റെ ശബ്ദമൊന്ന് കുറയ്ക്കൂ എന്ന് പറയുന്ന സ്വരമാണ് പലപ്പോഴും കേൾക്കുന്നത്. ഇനി തടവായാലും ഇല്ലായ്മയായാലും കഷ്ടതയായാലും ബുദ്ധിമുട്ടായാലും ദൈവമക്കൾക്ക് സ്തോത്രഗീതം പാടാതിരിക്കാൻ എങ്ങനെ സാധിക്കും? ഒരു കുയിൽ മഴയാകട്ടെ വെയിലാകട്ടെ, ചിലപ്പോൾ വേണ്ടത്ര ഭക്ഷണം കിട്ടിയില്ല എങ്കിലും പാട്ടുപാടുന്ന അതിൻ്റെ നേച്ചർ അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. അതിനെ എറിഞ്ഞ് ഒരു കല്ല് ദേഹത്ത് കൊണ്ടാലും അപ്പോഴും അത് മധുര മനോഹരമായ ശബ്ദം തന്നെയാണ് പുറപ്പെടുവിക്കുന്നത്. കാരണം അതൊരു കുയിലാണ്. ഇതുപോലെ ദൈവമക്കൾ തടവിലിട്ടാലും അവർക്ക് സ്തോത്രഗീതം നിർത്താൻ കഴിയില്ല. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്.
അതുകൊണ്ടാണ് തടവറയിൽ കിടന്ന് പൗലോസ് പ്രബോധിപ്പിച്ചത്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. നമ്മുടെ ധ്യാന വിഷയം സെർവിങ് ദ ലോഡ് വിത്ത് ഗ്ലാഡ്നെസ്. സന്തോഷത്തോടെ കർത്താവിനെ സേവിക്കുക. എത്ര ഉപദ്രവങ്ങൾ, തടവുകൾ, കല്ലേറി, ഇതൊക്കെ സുവിശേഷ വേലയിൽ അനുഭവിച്ചവനാണ് പൗലോസ്. പക്ഷേ നിരാശയോടെയല്ല കർത്താവിനെ സെർവ് ചെയ്തത്. അദ്ദേഹം പ്രബോധിപ്പിക്കുന്നത് ഫിലിപ്പിയ ലേഖനത്തിൽ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ. അതെ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. ഞാൻ വീണ്ടും നിങ്ങളോട് അക്കാര്യം പറയുകയാണ്. സങ്കീർത്തനക്കാരൻ എന്താണ് ചെയ്തത്? 34 സങ്കീർത്തനം 1 തൊട്ട്, കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. എന്നോടൊന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ, നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. അമാവാസിയാകട്ടെ, പൗർണമിയാകട്ടെ, കഷ്ടമോ ഞെരുക്കമോ വരട്ടെ, യഹോവയെ ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും, തൻ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. അങ്ങനെ കർത്താവിനെ സ്തുതിക്കുന്ന സ്തുതികൾ എപ്പോഴും നാവിന്മേലുള്ള സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ, നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. 4-5 പേർ ഉറക്കെ പാടുന്നു, ബഹുഭൂരിപക്ഷം പേർ മൗനം പാലിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ല സഭാരാധന. പാട്ടിന് നേതൃത്വം കൊടുക്കുന്ന 1-2 പേർ മൈക്കും പിടിച്ച് ഉറക്കെ പാടുന്നു. മറ്റുള്ളവർ വെറും കാണികളായിരിക്കുന്നു. അങ്ങനെയല്ല. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ, നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. എപ്പോഴും നന്ദി, എപ്പോഴും സ്തോത്രഗീതം. അപ്പോൾ എപ്പോഴും ദൈവിക സന്തോഷം അനുഭവിക്കാം. ഇസ്രായേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്നവനാണ് കർത്താവ്. ജീവിതത്തിൽ കഷ്ടതകൾ, പ്രയാസങ്ങൾ, ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാം. അപ്പോൾ അപ്സെറ്റാകാൻ നിൽക്കേണ്ട കാര്യമില്ല. നമ്മുടെ കർത്താവിനെ സ്തുതിച്ചാൽ മതി. സ്തുതിക്കുമ്പോൾ ദൈവസാന്നിധ്യം നമ്മിൽ നിറയുകയും വെയിലിൽ മഞ്ഞുരുകുന്നത് പോലെ ഹൃദയത്തിലെ എല്ലാ ദുഃഖഭാരങ്ങളും മാറിപ്പോകും. എബ്രായ ലേഖനം 13:15, അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. അവനിലൂടെ നമുക്കെല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. സന്തോഷത്തോടെ കർത്താവിന് സെർവ് ചെയ്യണം. സഭാരാധന വളരെ ഉണർവുള്ളതും പങ്കെടുക്കുവാൻ താല്പര്യം ഉണർത്തുന്നതുമായ സഭാരാധനയ്ക്ക് പോകാമെന്ന് പറയുമ്പോൾ തന്നെ ഹൃദയത്തിൽ നിന്ന് വലിയ സന്തോഷം. പിന്നെയോ ഏത് സാഹചര്യത്തിലും, തടവാകട്ടെ, ബുദ്ധിമുട്ടാകട്ടെ, ഉയർച്ചയോ താഴ്ചയോ ആകട്ടെ, എപ്പോഴും അധരങ്ങളിലും ഹൃദയത്തിലും ദൈവസ്തുതികൾ. ഇനി കർത്താവിനെ സന്തോഷത്തോടെ സേവിക്കുവാൻ അടുത്തതായി അത്യാവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മ നിറവാണ്. ദൈവരാജ്യം എന്നത് ഭക്ഷണമോ പാനീയമോ അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ദൈവമക്കൾക്ക്, സുവിശേഷ വേലക്കാർക്ക് ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങൾ കുറവായിരിക്കാം. വേണ്ടത്ര പണമോ ആധുനിക സജ്ജീകരണങ്ങളോ ഒന്നും ഇല്ലായിരിക്കാം. പക്ഷേ ദൈവാത്മ നിറവ്, അതിൽ കുറവ് വരാൻ പാടില്ല. ഭൗതിക സാഹചര്യങ്ങൾ അല്പം ഞെരുങ്ങിയാലും ആത്മനിറവ്, അതിൽ കുറവ് വരാൻ പാടില്ല. കർത്താവ് പറഞ്ഞു, ദൈവം അയച്ചവൻ വചനം പ്രസ്താവിക്കുന്നു, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ നൽകുന്നത്. തന്നോട് അപേക്ഷിക്കുന്നവർക്ക് എത്ര അധികം പരിശുദ്ധാത്മാവിനെ നൽകും. അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, എഫേസ്യ 5:18 തൊട്ട്, വീഞ്ഞു കുടിച്ച് നിങ്ങൾ ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, മറിച്ച് ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ടിരിക്കുവിൻ.
ഒരിക്കലല്ല, എപ്പോഴും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മൾ, രക്ഷിക്കപ്പെട്ടവരാണ്, പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയേറ്റവരാണ്. അങ്ങനെ ദൈവമക്കളായ നാം ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ടിരിക്കണം. എന്തുകൊണ്ട് അനേകർ മദ്യപിക്കാൻ പോകുന്നു? അവർക്ക് പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവ് തരുന്ന സന്തോഷം എന്താണെന്ന് അവർ അറിഞ്ഞിട്ടില്ല. എന്നാൽ ദൈവമക്കൾ മദ്യപിക്കുന്നില്ല. മദ്യത്തിനോ മറ്റു പാപങ്ങൾക്കോ തരുവാൻ സാധിക്കാത്ത എത്രയോ നിർമ്മലവും ഉന്നതവുമായ വിശുദ്ധ സന്തോഷമാണ് കർത്താവ് നമുക്ക് തരുന്നത്. ആത്മനിറവ് അനുഭവിക്കുമ്പോൾ ആ ദൈവിക സന്തോഷം സമൃദ്ധമായി നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എഫേസ്യ 5:18 തൊട്ട് ആത്മാവിനാൽ പൂരിതരാകുവിൻ, സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ, ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. ആത്മാവിനാൽ നിറഞ്ഞ് സ്തോത്രഗീതം പാടുക. ആത്മാവിനാൽ നിറയാതെ നമുക്ക് ഒരു സ്തോത്രഗീതം പാടാനും പറ്റും. അതിൽ പ്രത്യേക വിശേഷതയൊന്നുമില്ല. ഒരു പാട്ടങ്ങ് പാടി അത്രമാത്രം. പക്ഷേ ആത്മാവിനാൽ നിറഞ്ഞതിന് ശേഷം സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ, ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. ആത്മാവിനാൽ നിറഞ്ഞ സങ്കീർത്തനങ്ങൾ, സ്തോത്രഗീതങ്ങൾ പാടുക, ആത്മാവിനാൽ നിറയാതെ പാടുക, അത് രണ്ടും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരിക്കലൊരു സഭാരാധനയിൽ പോയപ്പോൾ അവിടെ പാട്ടൊക്കെ പാടുന്നുണ്ട്, ഒരു ജീവനില്ല, യാന്ത്രികമായി പാടുന്നു. എന്നാൽ മറ്റൊരു സഭാരാധനയിൽ ശക്തമായ അന്യഭാഷയിൽ അവർ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങനെ ആത്മശക്തിയോടെ സ്തോത്രഗീതങ്ങൾ പാടുമ്പോൾ എത്ര വലിയ ദൈവിക സന്തോഷവും ദൈവത്തിൻ്റെ സാന്നിധ്യവുമാണ് അവിടെ അനുഭവിക്കാൻ കഴിയുന്നത്. അത് നമ്മൾ അനുഭവിച്ച് തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അനുഭവിക്കാത്തവർ വെറുതെ തർക്കിക്കാൻ നിൽക്കും. ആത്മാവിനാൽ പൂരിതരാകുവിൻ, സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ, ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. ആരാധിക്കുക, ദൈവത്തെ സേവിക്കുവാൻ ആത്മനിറവിലുള്ള ആരാധന അത്യാവശ്യമാണ്. ഇനി പ്രാർത്ഥന, സന്തോഷത്തോടെ കർത്താവിനെ സേവിക്കുവാൻ പ്രാർത്ഥന ആവശ്യമാണ്. 1 കൊരിന്ത്യർ 14 15 തൊട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പാടുകയും ചെയ്യും. നേരെ മറിച്ച് ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പാടുകയും ചെയ്യും. പരിശുദ്ധാത്മ നിറവിൽ ദൈവാത്മ പ്രേരിതമായി നമുക്ക് പാടാം, പ്രാർത്ഥിക്കാം. ഇനി ദൈവം നമുക്ക് തന്ന ബുദ്ധി ഉപയോഗിച്ചും പാടാം, പ്രാർത്ഥിക്കാം. അത് പാപമല്ല. രണ്ട് രീതിയിലും നമുക്ക് പ്രാർത്ഥിക്കാം, ആരാധിക്കാം. ഇനി ദൈവമക്കളായ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഫിലിപ്പിയ ലേഖനം 4:4 തൊട്ട് നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഒന്നാമത്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. ലോകത്തിൻ്റെ പാപം നിറഞ്ഞ സന്തോഷങ്ങളാൽ വശീകരിക്കപ്പെടാതിരിക്കുവാൻ കർത്താവിൽ നിന്ന് വരുന്ന വിശുദ്ധ സന്തോഷം എപ്പോഴും അനുഭവിക്കണം. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുന്ന വ്യക്തിക്ക് എങ്ങനെ പൊട്ടിത്തെറിക്കാൻ പറ്റും? അവൻ സൗമ്യനാണ്. സന്തോഷമില്ലാത്ത വ്യക്തികളാണ് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ആക്രോശിച്ച് സംസാരിക്കുന്നത്. നിങ്ങളുടെ സൗമ്യത അഥവാ ക്ഷമാശീലം
സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. ലോകത്തിലെ മറ്റ് മനുഷ്യർ നൂറുകൂട്ടം കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെട്ട് നടക്കുമ്പോൾ ദൈവമക്കളോട് പറഞ്ഞിരിക്കുന്നത്, ഒന്നിനെക്കുറിച്ചും ഒരു വിഷയത്തെക്കുറിച്ചും ആകുലരാകേണ്ട. പിന്നെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആവശ്യങ്ങളുണ്ട്. നമ്മളത് ആരോടാ പറയേണ്ടത്? മറിയത്തോടോ പ്രതിമകളോടോ മരിച്ചുപോയ വിശുദ്ധരോടോ അല്ല. പിന്നെയോ പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. പ്രതിമയുടെ മുമ്പാകെയല്ല, നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഒരു സുവിശേഷകൻ്റെ, ഒരു വിശ്വാസിയുടെ മേൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. പല കാര്യങ്ങൾ ദൈവരാജ്യ വ്യാപനത്തിന് വേണ്ടി അവന് ചെയ്യാനുണ്ടാകും. വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടി വരും, ജോലി സംബന്ധമായ കാര്യങ്ങൾ. സാധാരണ ഒരു മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ അവന് ഒരേ സമയം ചെയ്യേണ്ടി വരുമ്പോൾ വലിയ സന്തോഷമൊന്നും ഉണ്ടാകില്ല, വല്ലാത്ത ടെൻഷനായിരിക്കും. കാരണം ഒരിക്കലൊരു സഹോദരൻ ബാങ്കിൽ ജോലിക്കാരനാണ്, ഒരുപാട് വർക്കുണ്ട്. വൈകിട്ടാണ് വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തിയ പാടെ തറയിൽ കിടക്കുകയാണ്. നിൽക്കാൻ പോലും ശേഷിയില്ല, അത്രയും ടയേർഡായിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ച് എങ്ങനെയാണ് സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ കഴിയുക? ജോലിഭാരം നിമിത്തം ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. എന്നാൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഒരു പാസ്റ്ററിന്, ഒരു വിശ്വാസിക്ക് ദൈവരാജ്യ സംബന്ധമായി ഉണ്ടെങ്കിലും അവൻ ആകുലതകളാൽ ബന്ധിക്കപ്പെടുന്നില്ല, ആകുലതകളുടെ തടവറയിൽ കിടക്കുന്നില്ല. കാരണം എന്താണ്? അവൻ ആവശ്യങ്ങളില്ലാഞ്ഞിട്ടല്ല. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അതെ, മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ദൈവിക സമാധാനം ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നൊരു ഭക്തൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് കൊടുക്കുകയാണ്. അവൻ്റെ സാഹചര്യങ്ങൾ നോക്കിയാൽ സമാധാനമൊന്നും അനുഭവിക്കുവാൻ പറ്റാത്ത സ്ഥിതിയാണ്. പൗലോസ് തടവറയിൽ കിടക്കുമ്പോൾ എന്ത് സമാധാനം അനുഭവിക്കാൻ പറ്റും? നല്ല ഭക്ഷണമില്ല, കിടക്കുവാൻ നല്ല കിടക്കയില്ല, നാളെ എന്ത് സംഭവിക്കുക അറിഞ്ഞുകൂടാ. പക്ഷേ മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ദൈവിക സമാധാനം പൗലോസ് തടവറയിൽ അനുഭവിച്ചു. അപ്രകാരം തന്നെ നമുക്കും പൗലോസ് സേവിച്ച അതേ കർത്താവിനെ തന്നെ നമ്മളും സേവിച്ചതുകൊണ്ട് പ്രതിസന്ധികളുടെ നടുവിൽ ആകുലതകൾക്ക് അടിമപ്പെടുത്താൻ ആകുലതകൾക്ക് നമ്മുടെ മേൽ കർത്തൃത്വം നടത്താൻ പറ്റാതെ ആകുലതകൾ നമ്മുടെ കാൽ കീഴിലിട്ട് ചവിട്ടി വിജയകരമായി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. 1 തെസ്സലോണി 5:16 തൊട്ട് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. എപ്പോഴും ദുഃഖത്തോടെ ഇരിക്കുന്ന, എപ്പോഴും മുഖം വാടിയിരിക്കുന്ന, എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. പക്ഷേ അതായിരിക്കരുത് നമ്മുടെ ഭാവം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയാലും കിട്ടിയില്ല എങ്കിലും, വിചാരിച്ചത് നടന്നാലും നടന്നില്ലെങ്കിലും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. കർത്താവിലുള്ള സന്തോഷം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഇനി കർത്താവിനെ നമുക്ക് സേവിക്കണമെങ്കിൽ സുവിശേഷം മറ്റുള്ളവരോട് പറയുകയും വിശ്വാസികൾക്ക് ആത്മീയ വർധന വരുത്തുന്ന സന്ദേശങ്ങൾ നൽകുകയും വേണം. ഇതെല്ലാ വിശ്വാസികളുടെയും ഒരു കടമയാണ്. പുറമേയുള്ളവരുടെ സുവിശേഷം പറയുക, അകമയുള്ള വിശ്വാസികളുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടി അവർക്ക് പ്രബോധനം നൽകുക.
ഒരു ശുശ്രൂഷകൻ്റെ മാത്രം കടമയല്ല, എല്ലാ വിശ്വാസികൾക്കും ബാധകമായ കാര്യം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20:7. ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പം മുറിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടി. അടുത്ത ദിവസം യാത്ര പുറപ്പെടേണ്ടിയിരുന്നതുകൊണ്ട് പൗലോസ് അവരോട് പ്രസംഗിച്ചു. അർദ്ധരാത്രി വരെ പ്രസംഗം ദീർഘിച്ചു. ചിലപ്പോൾ സമയത്തും അസമയത്തും വചനം പ്രസംഗിക്കേണ്ട അവസ്ഥ നമുക്ക് വരും. ഒരിക്കൽ ഒരു ശുശ്രൂഷകനോട് പറഞ്ഞു, വചനം പറയണം, സൂം മീറ്റിങ്ങിൽ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു ദിവസം മുമ്പ് പറയണം, അല്ലാതെ പറ്റില്ല, അതിനായി പ്രാർത്ഥിച്ചൊരുങ്ങണം. ശരിയാണ്, പ്രാർത്ഥിക്കണം, ഒരുങ്ങണം. പക്ഷേ ഏത് സമയത്തും വചനം പറയുവാൻ ദൈവമക്കൾ ഒരുങ്ങിയിരിക്കണം. 1 തിമോത്തി 4:13. ഞാൻ വരുന്നതുവരെ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുന്നതിലും ഉപദേശങ്ങൾ നൽകുന്നതിലും അധ്യാപനത്തിലും ശ്രദ്ധാലുവായിരിക്കണം. ഇന്ന് പലപ്പോഴും വിടുതൽ 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 എന്ന് പറഞ്ഞ് തട്ടിക്കൂട്ട് പ്രസംഗങ്ങൾ നടത്തുന്നവരുണ്ട്. അതല്ല പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തിമോത്തിയോസിനോട് പറയുന്നത്, ഞാൻ വരുന്നതുവരെ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുന്നതിലും ഉപദേശങ്ങൾ നൽകുന്നതിലും അധ്യാപനത്തിലും ശ്രദ്ധാലുവായിരിക്കണം. 2 തിമോത്തി 4:1 ദൈവത്തിൻ്റെ മുമ്പാകെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെയും അവൻ്റെ ആഗമനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. നാം ദൈവത്തിൻ്റെ വചനം ദൈവാത്മാവിൽ സംസാരിക്കുമ്പോൾ പറയുന്ന നാം തന്നെ ആത്മാവിനാൽ നിറയുകയും ദൈവാത്മാവ് നമുക്ക് സന്തോഷം തരികയും ചെയ്യും. ദൈവസാന്നിധ്യം നമ്മൾ വചനം മറ്റുള്ളവരോട് പറയുമ്പോൾ പേഴ്സണലായിട്ടായിരിക്കാം, വ്യക്തിപരമായിട്ട് നാം വചനം ഒരു വ്യക്തിയോട് പറയുമ്പോൾ പറയുന്ന നാം തന്നെ ആത്മാവിനാൽ നിറഞ്ഞ് ആത്മസന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയും. സന്തോഷത്തോടെ കർത്താവിനെ സെർവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനം 10 പേർക്ക് നമ്മൾ നൽകുകയാണ് എങ്കിൽ ഒരുപക്ഷെ ട്രാക്റ്റ് ലഘുലഘുയായിരിക്കാം കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ വലിയ ദൈവിക സന്തോഷം ഉണ്ടാകും. നമ്മൾ തന്നെ പല രീതിയിലും ബുദ്ധിമുട്ടും ക്ലേശങ്ങളും പരിശോധനകളും അനുഭവിച്ചു കൊണ്ടിരിക്കവേ തന്നെ നമ്മൾ ഭവന സന്ദർശനം നടത്തുകയോ ആവശ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിയോട് സുവിശേഷം പറയുകയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പരസ്യയോഗം നടത്തുകയോ ചെയ്യുമ്പോൾ പറയുന്ന നമ്മിൽ തന്നെ വലിയ ദൈവിക സന്തോഷം നിറഞ്ഞു കവിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലൊരു ദൈവദാസൻ പറഞ്ഞു, അദ്ദേഹത്തിന് പലവിധ സമ്മർദ്ദങ്ങളുണ്ടാകുമ്പോൾ അദ്ദേഹം ഉടനെ സുവിശേഷം പറയാൻ പോകും. അപ്പോൾ തൻ്റെ എല്ലാ സമ്മർദ്ദങ്ങളും അവസാനിച്ചിരിക്കും. പൗലോസ് പറയുന്നു, സുവിശേഷം ഞാൻ പ്രസംഗിക്കുന്നില്ല എങ്കിൽ അയ്യോ എനിക്ക് ദുരിതം. സുവിശേഷം പ്രസംഗിക്കാതെ ദൈവവേലയിൽ നമുക്ക് അധികം മുന്നോട്ട് പോകാനേ പറ്റില്ല. മർക്കോസ് 16:15 അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് ഒരുപക്ഷെ വലിയ ശാരീരിക സൗന്ദര്യം, മുഖസൗന്ദര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷേ നമ്മൾ കറുത്തവരായാലും വിരൂപരായിരുന്നാലും നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം വളരെ മനോഹരമാണ്. ഏതാണ് ആ അവയവം? നമുക്കറിയാം. അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം. ഈ രക്ഷാദൂത് നാം മറ്റുള്ളവരോട് പറയുമ്പോൾ പറയുന്ന നമ്മിലേക്കാണ് ദൈവം ഫോക്കസ് ചെയ്യുന്നത്. യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ കാര്യമാണ് നാം മറ്റുള്ളവരോട് പറയുന്നത്. അപ്പോൾ ആ സന്ദേശത്തിൻ്റെ ഉടമസ്ഥൻ ക്രിസ്തുവാണ്.
ഞാൻ മരിച്ചു, ഞാൻ അടക്കപ്പെട്ടു, ഞാൻ ഉയർത്തെഴുന്നേറ്റു. അക്കാര്യമാണല്ലോ ഇവൻ പറയുന്നത്. ദൈവിക സന്തോഷത്താൽ ഞാൻ ഇവനെ നിറയ്ക്കട്ടെ. നന്മ സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ദൈവത്തിന് മഹത്വം. സെർവിങ് ദ ലോഡ് വിത്ത് ഗ്ലാഡ്നെസ്. സന്തോഷത്തോടുകൂടെ ദൈവത്തെ സെർവ് ചെയ്യുക. ദൈവത്തിൻ്റെ വചനം വായിക്കണം. വചനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഏത് മേഖലയിൽ കാലെടുത്ത് വയ്ക്കണം. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വചനത്തിലൂടെ നമുക്ക് ഉത്തരം തരും. നമ്മുടെ കുറവുകൾ കണ്ടുണരുവാൻ, മാനസാന്തരപ്പെടുവാൻ ദൈവവചന ധ്യാനം അത്യന്താപേക്ഷിതമാണ്. ദാവീദ് കർത്താവിൽ സന്തോഷിക്കുന്ന വ്യക്തിയായിരുന്നു. കാരണം അവിടുത്തെ സന്നിധിയിലാണ് സന്തോഷത്തിൻ്റെ പരിപൂർണത അദ്ദേഹം മനസ്സിലാക്കി. പക്ഷേ ബത്ശബയുമായി അദ്ദേഹം പാപം ചെയ്തപ്പോൾ രക്ഷയുടെ സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടു. ദൈവമക്കൾ പാപം ചെയ്താൽ സന്തോഷിക്കാൻ പറ്റില്ല. ഒരിക്കലൊരു ശുശ്രൂഷകൻ ചെയ്യാൻ പാടില്ലാത്തൊരു പാപം ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ വചനം കയ്യിലെടുക്കുന്നില്ല. പാപത്തിൽ വീഴാതെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ഇന്നത്തെ കാലത്ത് പല പാപങ്ങൾ ചെയ്താലും ചില സൂത്രവും സാമർത്ഥ്യവും ഒക്കെ കാണിച്ചാൽ പ്രസംഗിക്കാൻ വേദി കിട്ടി എന്നൊക്കെ വരാം. അങ്ങനെ കിട്ടിയവരുണ്ട്. പക്ഷേ അതല്ല. യഥാർത്ഥ ദൈവിക സന്തോഷം അനുഭവിക്കണമെങ്കിൽ പാപജീവിതം ഉപേക്ഷിക്കണം. അഥവാ ഏതെങ്കിലും പാപത്തിൽ അകപ്പെട്ടു പോയാൽ ഉടനെ തന്നെ മാനസാന്തരപ്പെടണം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. മറ്റുള്ളവരോട് നിങ്ങൾ മാനസാന്തരപ്പെടണം, പാപവഴി ഉപേക്ഷിക്കണം എന്ന് പറയുന്ന നാം തന്നെ എത്ര ജീവിത വിശുദ്ധി ഉള്ളവരായിരിക്കണം. നമ്മുടെ കണ്ണിൽ കോൽ ഇരിക്കെ അപരൻ്റെ കണ്ണിലെ കരട് നമുക്ക് എടുത്തു കളയാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നത് കപടഭക്തിയാണ്. നമ്മുടെ കണ്ണിലുള്ള തടിക്കഷണം എടുത്തു മാറ്റിയിട്ട് വേണം മറ്റുള്ളവൻ്റെ കണ്ണിലെ കരട് എടുത്തു മാറ്റുവാൻ. മറ്റുള്ളവരെ പ്രബോധിപ്പിക്കണമെങ്കിൽ, അവർക്ക് നല്ല വഴി പറഞ്ഞു കൊടുക്കണമെങ്കിൽ, വചനം അവരെ പഠിപ്പിക്കണമെങ്കിൽ ആദ്യം നാം തന്നെ നേരായ രീതിയിൽ ഈ വചനത്തിൻ്റെ പാതയിൽ ജീവിക്കുന്നവരായിരിക്കണം. ഇനി കർത്താവിനെ സന്തോഷത്തോടെ സെർവ് ചെയ്യുവാൻ അത്യന്താപേക്ഷിതമായിരിക്കുന്നത് ഉപദേശവിശുദ്ധിയാണ്. ഏതെങ്കിലും സംഘടനയ്ക്ക് വേണ്ടിയോ സഭയ്ക്ക് വേണ്ടിയോ വ്യക്തിക്ക് വേണ്ടിയോ ദൈവത്തിൻ്റെ വചനത്തിൽ മായം ചേർക്കാൻ പാടില്ല. സാഹചര്യങ്ങളനുസരിച്ച്, ദേശം, ഭാഷ ഇതെല്ലാം അനുസരിച്ച് ഒരിക്കലും ദൈവവചനത്തിൽ വെള്ളം ചേർക്കാൻ പാടില്ല. ആകാശവും ഭൂമിയും മാറിയാലും അവിടുത്തെ വചനങ്ങൾക്ക് മാറ്റം വരികയില്ല. ദൈവവചനത്തിൽ അല്പം പോലും മായം കലർത്താൻ പാടില്ല. നമ്മെക്കൊണ്ട് ആകും വിധം ഉള്ള കാര്യങ്ങൾ, വചനത്തിലുള്ളത് അതേപോലെ തന്നെ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. ഏതെങ്കിലും മേഖലയിൽ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് ഏറ്റുപറയുകയും, കർത്താവ് ഇതെനിക്ക് അറിയാതെയാണ് ഞാൻ അങ്ങനെ ഉപദേശിച്ചത്, ക്ഷമിക്കണമേ, അങ്ങ് തന്നെ ഇതിൻ്റെ പൊരുൾ എനിക്ക് തിരിച്ച് തരണമേ. പ്രാർത്ഥിക്കണം താഴ്മയോടെ, എളിമയോടെ. ക്രഫ്ലോ ഡോളർ എന്ന് പറഞ്ഞ ഒരു പ്രോസ്പെരിറ്റി പ്രീച്ചറുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ ഉപദേശവും കറക്റ്റല്ല. അദ്ദേഹം ദീർഘവർഷങ്ങളായി ദശാംശം കൊടുത്താൽ അനുഗ്രഹം കിട്ടുമെന്ന് പഠിപ്പിച്ച വ്യക്തിയാണ്. അതിനെക്കുറിച്ചുള്ള CD, കാസറ്റ് പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച് ദശാംശം കൊടുത്താലുള്ള സാമ്പത്തിക നന്മയെക്കുറിച്ച് പഠിപ്പിച്ച വ്യക്തിയാണ്. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ശരിയല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതുവരെ പറഞ്ഞ ഈ മേഖലയിൽ ദശാംശത്തെക്കുറിച്ച് പറഞ്ഞ ഉപദേശങ്ങൾ, CDകൾ, ടേപ്പുകൾ അതെല്ലാം നിങ്ങൾ നശിപ്പിക്കണം. അദ്ദേഹം പറയുകയാണ്, ദീർഘവർഷങ്ങൾ ഉപദേശിച്ച് നടന്നിരുന്ന ഒരു കാര്യം തെറ്റാണെന്ന് സമ്മതിക്കുവാൻ എളിമ വേണം. അതെ, ഇന്നും ഇതുപോലെ ദശാംശം പുതിയ നിയമത്തിലില്ല എങ്കിലും ഉണ്ട് എന്ന് വ്യാജം പറഞ്ഞ് വിശ്വാസികളെ കബളിപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കും ഒരുപക്ഷെ ഈ ക്രഫ്ലോ ഡോളറിന് ഉണ്ടായ മാനസാന്തരം എന്തെങ്കിലും
ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ പൊതുവെ അനേക വർഷങ്ങൾ ഇന്നൊരു കാര്യം ശരിയാണ് എന്ന് പഠിപ്പിച്ച ഒരു സഭാ ശുശ്രൂഷകനെ അത് തെറ്റാണെന്ന് പറയുവാൻ ബുദ്ധിമുട്ടാണ്. പറയണമെങ്കിൽ അത്രമാത്രം താഴ്മയും എളിമയും ഉണ്ടായിരിക്കണം. പല പാരമ്പര്യ സഭകളിലെ സഭാ ശുശ്രൂഷകന്മാർക്കും വൈദികന്മാർക്കും അവർ വിശ്വാസികളെ തെറ്റുപഠിപ്പിക്കുകയാണ്, അങ്ങനെ അത് സമ്മതിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അനേക വർഷങ്ങൾ ഇതാണ് ശരി, സൂര്യവണക്കം ശരിയാണ്, ദശാംശം ഉണ്ട്, പ്രതിമാവണക്കം പാപമല്ല, അതുപോലെ തന്നെ മരിച്ചുപോയവരോട് അപേക്ഷിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഭാ ശുശ്രൂഷകൻ എങ്ങനെയാണ് ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു എന്ന് പറയുക? അത്രമാത്രം എളിമ വേണം. നമ്മുടെ വിഷയം ഇതാണ്. ഉപദേശവിശുദ്ധി ഇല്ലാതെ ദൈവിക സന്തോഷം അനുഭവിച്ചുകൊണ്ട് കർത്താവിനെ ശുശ്രൂഷിക്കാൻ സാധിക്കുകയില്ല. വചനത്തോട് വിശ്വസ്തത. 2 യോഹന്നാൻ 9 ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്: ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിർവിട്ട് കടന്നു പോകുന്ന ഒരുത്തിനും ദൈവമില്ല. ഇനി കർത്താവിനെ സന്തോഷത്തോടെ സേവിക്കണമെങ്കിൽ കർത്താവിൻ്റെ 2ാം വരവിനെ കാത്തുകൊണ്ടുള്ളൊരു ജീവിതം. നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരും. നാം കാത്തിരിക്കുന്നു. ഭൂമിയിലെ നന്മകളെ കാത്തിരിക്കുന്ന ചിലരുണ്ട്. ഇവിടുത്തെ പണം, വാഹനങ്ങൾ, വസ്തുവകകൾ അതല്ല നമ്മുടെ പ്രത്യാശ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരും. നാം കാത്തിരിക്കുന്നു. പണമൊന്നും സന്തോഷം വർദ്ധിപ്പിക്കുകയില്ല. പണമുണ്ടായവർക്ക് എത്രമാത്രം ടെൻഷൻ. പണം ഒരുപാട് സമ്പാദിച്ചിട്ട് ടെൻഷൻ കുറയാത്ത എത്രയോ ആളുകളുണ്ട്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച് ദൈവരാജ്യം എന്നത് ഭക്ഷണമോ പാനീയമോ അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. പത്രോസ് ലേഖനം എഴുതുമ്പോൾ വിശ്വാസികൾ വലിയ പരിശോധന, സുവിശേഷ വിരോധികളുടെ എതിർപ്പ് അനുഭവിക്കുകയാണ്. പക്ഷേ 1 പത്രോസ് 1:8 തൊട്ട് അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. അങ്ങനെ വിശ്വാസത്തിൻ്റെ ഫലമായി ആത്മാവിൻ്റെ രക്ഷ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ആ സഭാവിശ്വാസികൾ യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. യേശു നിമിത്തം ധാരാളം ഉപദ്രവങ്ങൾ സ്വീകരിക്കുകയാണ്. പക്ഷേ അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. അങ്ങനെ വിശ്വാസത്തിൻ്റെ ഫലമായി ആത്മാവിൻ്റെ രക്ഷ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു. ഒരു ശുശ്രൂഷകൻ അല്ലെങ്കിൽ വിശ്വാസി ചില എതിർപ്പുകൾ, ഭീഷണികൾ, വേദനകളൊക്കെ വരാം. അപ്പോൾ മനസ്സ് ക്ഷീണിച്ചു പോകാതിരിക്കുവാൻ ദൈവസ്വരം കേൾക്കണം. ദൈവത്തിൻ്റെ ഓഡിബിൾ വോയിസ് കേൾക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ തിരുവചനം ഭക്തിയോടെ എടുത്ത് വായിക്കുക. കർത്താവ് ഈ വചനഭാഗത്തിലൂടെ അങ്ങനോട് സംസാരിക്കണം. നമ്മളെ ശക്തിപ്പെടുത്തുന്ന ചില ബൈബിൾ വാക്യങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കണം. മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ട് മനസ്സിന് മുറിവേറ്റാൽ ഉടനെ തന്നെ കർത്താവ് പറഞ്ഞിട്ടുള്ള ആശ്വാസവചനങ്ങൾ എടുത്ത് വായിക്കുക. അപ്പോൾ നമ്മുടെ ഹൃദയവേദന അപ്രത്യക്ഷമാകും. ഏശയ്യ 41:9 തൊട്ട് നീ എൻ്റെ ദാസനാണ്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഏശയ്യ 43:1 തൊട്ട് യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ
അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. നിന്റെ മോചനദ്രവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയും സേബായും ഞാൻ കൊടുത്തു. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. മടുത്തു പോകരുത്, ക്ഷീണിക്കരുത്. ഏതൊക്കെ അനുഭവങ്ങളിലൂടെ പോയാലും റോമാലേഖനം 12:11 തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. ആത്മാവിൽ എരിവോടുകൂടെ ദൈവസേവ ചെയ്യണം. കൊളോസ്യ 3:22 തൊട്ട് ദാസന്മാരെ, നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ എല്ലാ കാര്യങ്ങളിലും അനുസരിക്കുവിൻ. ഇത് മനുഷ്യപ്രീതിക്ക് വേണ്ടി മറ്റുള്ളവരെ കാണിക്കാനായി ചെയ്യുന്നതാകരുത്. കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥതയോടെ ചെയ്യുന്നതാകണം. നിങ്ങളുടെ ജോലി എന്തു തന്നെ ആയിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ. എങ്ങനെ ദൈവത്തെ സേവിക്കണം? ഹൃദയപരമാർത്ഥതയോടെ. നിങ്ങളുടെ ജോലി എന്തു തന്നെ ആയിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ. നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. സെർവിങ് ദ ലോർഡ് വിത്ത് ഗ്ലാഡ്നെസ്, അതാണ് നമ്മുടെ വിഷയം. ഇങ്ങനെ വിശ്വസ്തയോടെ സന്തോഷത്തോടെ കർത്താവിനെ സേവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. കർത്താവ് പറഞ്ഞു, മത്തായി 25:40. രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ആ എളിയ സഹോദരന് നമ്മൾ ചെയ്തു കൊടുത്തപ്പോൾ കർത്താവിന് തന്നെയാണ് നാം ചെയ്തത്. അത് ദൈവസേവയാണ്. ക്രിസ്തു വീണ്ടും വരും. വിശ്വസ്തയോടെ ദൈവസേവ ചെയ്തവർക്ക് മഹാപ്രതിഫലം. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നൽകുവാൻ എൻ്റെ പക്കലുണ്ട്, ക്രിസ്തു പറഞ്ഞു. ഇവിടെ നിന്ദകളുണ്ട് ക്രിസ്തു നിമിത്തം, പരിഹാസമുണ്ട്, പീഡകളുണ്ട്. അപ്പോഴൊക്കെ നിരാശപ്പെടാനല്ല പറഞ്ഞത്. എൻ്റെ നാമനിമിത്തം സകലരും നിങ്ങളെ വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ സന്തോഷിച്ചു തുള്ളുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, വലിയ പ്രതിഫലം. നല്ലവനും വിശ്വസ്തനുമായ ദാസനേ, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് വരിക. അപ്പസ്തോലന്മാർ സുവിശേഷം പറഞ്ഞപ്പോൾ അവരെ മതനേതാക്കൾ അടിച്ചു. തിരുനാമ നിമിത്തം അപമാനം സഹിക്കുവാൻ ഇടയായല്ലോ. അതോർത്ത് അവർ സന്തോഷിച്ചു. അടി കിട്ടിയാലും സന്തോഷം, നിന്ന കേട്ടാലും സന്തോഷം, തടവിൽ കിടക്കുമ്പോഴും സന്തോഷം, കർത്താവിന് വേണ്ടി ജീവൻ വയ്ക്കുന്ന സമയത്തായാലും രക്തസാക്ഷിയാകുമ്പോഴും സന്തോഷം. സെർവിങ് ദ ലോർഡ് വിത്ത് ഗ്ലാഡ്നെസ്. ഒടുവിൽ ഈ ഭൂമിയിൽ കർത്താവിനെ സേവിച്ച് നാം ഒടുവിൽ കർത്താവ് വസിക്കുന്ന സ്വർഗത്തിൽ സ്ഥിരമായി വസിക്കും. യോഹന്നാൻ 12:26 എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എൻ്റെ ശുശ്രൂഷക്കാരനെ പിതാവ് മാനിക്കും. ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ എൻ്റെ ശുശ്രൂഷകനും ഇരിക്കും, ക്രിസ്തു പറഞ്ഞു. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സെർവ് ചെയ്യണം. അങ്ങനെയുള്ള ശുശ്രൂഷകൻ, വഴിവിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടുന്ന ശുശ്രൂഷകനല്ല.
ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ട് അവിടുത്തെ കാൽ ചുവടുകൾ പിന്തുടർന്നുകൊണ്ട് കർത്താവിനെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകൻ അവൻ കർത്താവ് ഇരിക്കുന്നിടത്ത് ഇരിക്കും. പിതാവ് അത്തരത്തിലുള്ള ശുശ്രൂഷകനെ മാനിക്കുകയും ചെയ്യും. താതൻ പേർക്കായി സേവ ചെയ്വതാൽ താതൻ എന്നെ മാനിക്കുവാനായി. താതൻ പേർക്കായി സേവ ചെയ്വ താതൻ എന്നെ മാനിക്കുവാനായി തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളായി. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളായി. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. താതൻ പേർക്കായി സേവ ചെയ്വതാൽ താതൻ എന്നെ മാനിക്കുവാനായി. താതൻ പേർക്കായി സേവ ചെയ്വതാൽ താതൻ എന്നെ മാനിക്കുവാനായി തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളായി. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ യേശു മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സെബാസ്റ്റ്യൻ ബ്രദറിനെ ഒന്ന് പ്രാർത്ഥിച്ച ആശീർവാദം പറയാൻ സാധിക്കുമെങ്കിൽ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗീയ പിതാവേ, കർത്താവെ, അങ്ങേ വളരെ സന്തോഷത്തോടുകൂടി അങ്ങേ സേവിപ്പാനായിട്ട് കർത്താവ് ഇന്ന് അങ്ങ് കൽപ്പിച്ച പ്രബോധനമനുസരിച്ച് കർത്താവെ ആകുലതയില്ലാതെ സന്തോഷത്തോടുകൂടി കർത്താവെ ഞങ്ങൾ സുവിശേഷം അറിയിക്കുമ്പോഴും അന്യോന്യം എൻകറേജ് ചെയ്യുമ്പോഴും പ്രബോധിപ്പിക്കുമ്പോഴും ഒക്കെ സന്തോഷത്തോടുകൂടി അത് ചെയ്യുവാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ജീവിതത്തിൽ ഉപദേശശുദ്ധി കാത്തുകൊണ്ട് വിശുദ്ധിയൊക്കെ കാത്തുകൊണ്ട് കർത്താവിൻ്റെ വരവനായിട്ട് എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ ഹിതം ചെയ്ത് കർത്താവ് ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളൊക്കെ വലിയ സന്തോഷത്തോടുകൂടി ചെയ്ത് ഈ ലോകത്തിൽ കർത്താവെ ജീവിക്കുമ്പോൾ തന്നെ സ്വർഗത്തെ തങ്കത്തെരുവിലൂടെ നടക്കുവാനായിട്ടുള്ള അനുഭവത്തിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുള്ള ദൈവമക്കൾ അങ്ങനെ ഒരു അനുഭവത്തിലാകുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങൾക്കെല്ലാവർക്കും തന്ന് കർത്താവെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവും തന്ന് സ്വർഗരാജ്യത്തിൽ ഇപ്പോഴേ ജീവിപ്പാനായിട്ട് ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതോർത്ത് അങ്ങ് സ്തുതിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കണം പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സകല വിശുദ്ധരോടുകൂടി ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന പ്രിയ പിതാവിന് മഹത്വം. ആമേൻ. കർത്താവേ കർത്താവ് നമ്മെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.